എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SNGU ഫസ്റ്റ് സെമസ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ ബ്ലോക്ക് 2ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോക്ക് 1ലെ ക്വസ്റ്റ്യൻസ് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 2ലെ യൂണിറ്റ് 1ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ഈസ് സൊസൈറ്റി? സമൂഹം എന്താണ്? സൊസൈറ്റി എന്നത് പൊതുവായ സംസ്കാരവും മൂല്യങ്ങളും നിയമങ്ങളും പങ്കുവെച്ച് പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടമാണ്. സമൂഹം എന്നത് പൊതുവായ സംസ്കാരവും മൂല്യങ്ങളും നിയമങ്ങളും പങ്കുവെച്ച് പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തെയാണ് സമൂഹം എന്ന് പറയുന്നത്. വാട്ട് ഈസ് കമ്മ്യൂണിറ്റി? സമുദായം എന്താണ്? കമ്മ്യൂണിറ്റി എന്നത് ഒരു നിശ്ചിത പ്രദേശത്ത് താമസിക്കുകയും പൊതുവായ ജീവിത രീതിയും താല്പര്യങ്ങളും പങ്കിടുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടമാണ്. കമ്മ്യൂണിറ്റി എന്നത് ഒരു നിശ്ചിത പ്രദേശത്ത് താമസിക്കുകയും പൊതുവായ ജീവിത രീതിയും താല്പര്യങ്ങളും പങ്കിടുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടമാണ്. വാട്ട് ഈസ് അസോസിയേഷൻ? സംഘം എന്താണ്? അസോസിയേഷൻ എന്നത് ഒരു പ്രത്യേക ലക്ഷ്യം കൈവരിക്കുന്നതിനായി ആളുകൾ സ്വമേധയാ രൂപീകരിക്കുന്ന സംഘടിത കൂട്ടായ്മയാണ്. അസോസിയേഷൻ എന്നത് ഒരു പ്രത്യേക ലക്ഷ്യം കൈവരിക്കുന്നതിനായി ആളുകൾ സ്വമേധയാ രൂപീകരിക്കുന്ന സംഘടിത കൂട്ടായ്മയാണ്. വാട്ട് ഈസ് ഓർഗനൈസേഷൻ? സംഘടന എന്താണ്? ഓർഗനൈസേഷൻ എന്നത് നിശ്ചിത ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ക്രമബദ്ധമായി രൂപീകരിച്ച സ്ഥാപനമോ കൂട്ടായ്മയോ ആണ്. ഓർഗനൈസേഷൻ എന്നത് നിശ്ചിത ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ക്രമബദ്ധമായി രൂപീകരിച്ച സ്ഥാപനമോ കൂട്ടായ്മയോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹു ഡിഫൈൻ സൊസൈറ്റി? സൊസൈറ്റീനെ ഡിഫൈൻ ചെയ്തത് ആരാണ്? മാക് ആണ് സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്തത്. സമൂഹത്തിന് പ്രസിദ്ധമായ നിർവചനം നൽകിയത്. അദ്ദേഹത്തിന് അഭിപ്രായത്തിൽ സമൂഹം സാമൂഹിക ബന്ധങ്ങളുടെ വലയമാണ്. അതായത് സമൂഹത്തിന് ഒരു പ്രത്യേക നിർവചനം നൽകിയത് ആരാണ്? മാക് ആണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സാമൂഹിക ബന്ധങ്ങളുടെ വലയമാണ് സമൂഹം എന്നത്. വാട്ട് ഈസ് പ്രൈമറി ഗ്രൂപ്പ്? പ്രാഥമിക ഗ്രൂപ്പ് എന്താണ്? പ്രാഥമിക സംഘം എന്താണ്? പ്രൈമറി ഗ്രൂപ്പ് എന്നത് അംഗങ്ങൾ തമ്മിൽ നേരിട്ടുള്ളതും അടുത്തതുമായ വ്യക്തിബന്ധങ്ങൾ ഉള്ള ചെറിയ സംഘമാണ്. ഉദാഹരണം കുടുംബം, സുഹൃത്തുക്കൾ. അതായത് പ്രൈമറി ഗ്രൂപ്പ് എന്താണ്? അംഗങ്ങൾ തമ്മിൽ നേരിട്ടുള്ളതും അടുത്തതുമായ വ്യക്തിബന്ധങ്ങൾ ഉള്ള ചെറിയ സംഘമാണ്. വാട്ട് ഈസ് സെക്കൻഡറി ഗ്രൂപ്പ്? ദ്വിതീയ സംഘം എന്താണ്? സെക്കൻഡറി ഗ്രൂപ്പ് എന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി രൂപീകരിക്കപ്പെട്ട ഔപചാരികവും വ്യക്തിപരമായ അടുപ്പവും കുറവുള്ളതുമായ വലിയ സംഘമാണ്. സ്കൂൾ, ഓഫീസ്, കമ്പനിയാണ് ഇതിനുദാഹരണം. അപ്പോൾ എന്താണ് സെക്കൻഡറി ഗ്രൂപ്പ്? ദ്വിതീയ സംഘം എന്താണ്? ദ്വിതീയ സംഘം എന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി രൂപീകരിക്കപ്പെട്ട ഔപചാരികവും വ്യക്തിപരമായ അടുപ്പം കുറവുള്ളതുമായ വലിയ സംഘമാണ്. ഉദാഹരണം സ്കൂൾ, ഓഫീസ്, കമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ 2 പ്രധാന സവിശേഷതകൾ എഴുതുക. സമൂഹം സാമൂഹിക ബന്ധങ്ങളുടെ ഒരു ശൃംഖലയാണ്. സമൂഹത്തിൽ പരസ്പര ആശ്രിതത്വം നിലനിൽക്കുന്നു. സമൂഹം സാമൂഹിക ബന്ധങ്ങളുടെ ഒരു ശൃംഖലയാണ്. സമൂഹത്തിൽ പരസ്പര ആശ്രിതത്വം നിലനിൽക്കുന്നു. റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി. സമുദായത്തിന്റെ 2 പ്രധാന സവിശേഷതകൾ എഴുതുക. ഒരു നിശ്ചിത ഭൂമിശാസ്ത്രപരമായ പ്രദേശം ഉണ്ടായിരിക്കും. അംഗങ്ങളിൽ സമൂഹബോധം ഉണ്ടായിരിക്കും. ഒരു നിശ്ചിത ഭൂമിശാസ്ത്രപരമായ പ്രദേശം ഉണ്ടായിരിക്കും. അംഗങ്ങളിൽ സമൂഹബന്ധം ഉണ്ടായിരിക്കും. അതാണ് കമ്മ്യൂണിറ്റിന്റെ 2 പ്രധാനപ്പെട്ട സവിശേഷതകൾ. അടുത്തതാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി. സമൂഹവും സമുദായവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. സമൂഹം സാമൂഹിക ബന്ധങ്ങളുടെ ശൃംഖലയാണ്. സമുദായം ഒരു നിശ്ചിത പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടമാണ്. സമൂഹം നിശ്ചിത പ്രദേശം നിർബന്ധമല്ല. സമുദായം നിശ്ചിത പ്രദേശം നിർബന്ധമാണ്. സമൂഹം സമൂഹബോധം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. സമുദായം ശക്തമായ സമൂഹബോധം ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അസോസിയേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. സംഘവും സംഘടനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി ആളുകൾ സ്വമേധയാ രൂപീകരിക്കുന്ന കൂട്ടായ്മയാണ് സംഘം. സംഘടന എന്ന് പറഞ്ഞാൽ നിശ്ചിത നിയമങ്ങളും ഘടനയും ഉള്ള ക്രമബദ്ധമായ സ്ഥാപനമാണ്. അംഗത്വം സ്വമേധയാ സ്വീകരിക്കുന്നു. സംഘടന വ്യക്തമായ ഭരണ സംവിധാനവും അധികാരക്രമവും ഉണ്ടായിരിക്കും. സംഘത്തിന് ഉദാഹരണമാണ് ക്ലബ്ബ്, യുവജന സംഘം. സംഘടനയ്ക്ക് ഉദാഹരണമാണ് സ്കൂൾ, ബാങ്ക്, കമ്പനി. അപ്പോൾ ഡിഫറൻഷിയേറ്റ് എന്ന് പറയുമ്പോൾ അസോസിയേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ 2 കോളാക്കി വരച്ചിട്ടൊക്കെ എഴുതുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അടുത്തതാണ് റൈറ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് അസോസിയേഷൻ. സംഘടനയുടെ പ്രധാന സവിശേഷതകൾ എഴുതുക.
ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി രൂപീകരിക്കപ്പെടുന്നു. സ്വമേധയാ അംഗത്വം സ്വീകരിക്കാം. നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടായിരിക്കും. സംഘടിതമായ പ്രവർത്തനം നടത്തുന്നു. ലക്ഷ്യം പൂർത്തിയാകുമ്പോൾ പിരിച്ചുവിടാൻ കഴിയും. ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി രൂപീകരിക്കുന്നു. സ്വമേധയാ അംഗത്വം സ്വീകരിക്കാം. നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടായിരിക്കും. സംഘടിത പ്രവർത്തനം നടത്തുന്നു. ലക്ഷ്യം പൂർത്തിയാകുമ്പോൾ പിരിച്ചുവിടാൻ കഴിയും. ഇതാണ് സംഘത്തിന്റെ പ്രധാന സവിശേഷതകൾ, അസോസിയേഷന്റെ പ്രധാന സവിശേഷതകൾ. ഇനി ഈ ചാപ്റ്ററിൽ വരുന്ന എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 3 എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ് 2ലേക്ക് കടക്കുന്നതായിരിക്കും. എക്സ്പ്ലെയിൻ ദി സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. സമൂഹം എന്നത് പരസ്പര സാമൂഹിക ബന്ധങ്ങളിലൂടെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടമാണ്. മാക് ഐവറിന്റെ അഭിപ്രായത്തിൽ സമൂഹം സാമൂഹിക ബന്ധങ്ങളുടെ ശൃംഖലയാണ്. സമൂഹത്തിന്റെ സവിശേഷതകൾ. സമൂഹം സാമൂഹിക ബന്ധങ്ങളുടെ ശൃംഖലയാണ്. അംഗങ്ങൾ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പൊതുവായ സംസ്കാരവും മൂല്യങ്ങളും നിലനിൽക്കുന്നു. സമൂഹത്തിൽ സഹകരണവും സംഘർഷവും ഒരുപോലെ കാണുന്നു. സമൂഹം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കുടുംബം, വിദ്യാഭ്യാസം, മതം തുടങ്ങിയ സാമൂഹിക സ്ഥാപനങ്ങൾ സമൂഹത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് ലാസ്റ്റ്, സമൂഹം മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. സാമൂഹിക ബന്ധങ്ങളും സഹകരണവും കൊണ്ടാണ് സമൂഹം നിലനിൽക്കുന്നത്. അപ്പോൾ സമൂഹത്തെക്കുറിച്ച് എഴുതാൻ പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് വിശദീകരിച്ച് എഴുതി കൊടുക്കേണ്ടത്. അടുത്തതാണ് കമ്മ്യൂണിറ്റി. സമുദായത്തെക്കുറിച്ച് എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, സമുദായം എന്നത് ഒരു നിശ്ചിത ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് താമസിക്കുകയും പൊതുവായ ജീവിത രീതിയും താല്പര്യങ്ങളും പങ്കിടുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടമാണ്. സമുദായത്തിന്റെ സവിശേഷതകളാണ്: നിശ്ചിത പ്രദേശമുണ്ടായിരിക്കും, അംഗങ്ങൾക്ക് സമൂഹബോധം ഉണ്ടായിരിക്കും, പൊതുവായ ജീവിത രീതിയും സംസ്കാരവും ഉണ്ടായിരിക്കും, അംഗങ്ങൾ തമ്മിൽ പരസ്പര സഹകരണം നിലനിൽക്കും, അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന സാമൂഹിക സ്ഥാപനങ്ങളും ഉണ്ടായിരിക്കും. എന്നിട്ട് ലാസ്റ്റ്, ഒരു നിശ്ചിത പ്രദേശവും സമൂഹബോധവുമാണ് സമുദായത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഇത്രയും കാര്യങ്ങളാണ് സമുദായത്തെക്കുറിച്ച് വിശദീകരിച്ച് എഴുതാൻ പറയുകയാണെങ്കിൽ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. സമൂഹം, സമുദായം, സംഘം, സംഘടന എന്നിവ എന്താണെന്ന് എഴുതാം. സമൂഹം എന്നത് സാമൂഹിക ബന്ധങ്ങളുടെ ശൃംഖലയാണ്. സമുദായം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പ്രദേശത്ത് താമസിക്കുകയും പൊതുവായ ജീവിത രീതിയും സമൂഹബോധവും പങ്കിടുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടമാണ്. സംഘം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിനായി ആളുകൾ സ്വമേധയാ രൂപീകരിക്കുന്ന കൂട്ടായ്മയാണ് അസോസിയേഷൻ, സംഘം. ഓർഗനൈസേഷൻ, സംഘടന എന്ന് പറഞ്ഞാൽ നിശ്ചിത ലക്ഷ്യങ്ങൾ നേടുന്നതിനായി നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ക്രമീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ഓർഗനൈസേഷൻ, സംഘടന. എന്നിട്ട് ലാസ്റ്റ്, സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ, ഓർഗനൈസേഷൻ എന്നിവ മനുഷ്യ സമൂഹത്തിന്റെ ഘടനയും പ്രവർത്തനവും മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രധാന സമൂഹശാസ്ത്ര ആശയങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റ് ബ്ലോക്ക് 2ലുള്ള യൂണിറ്റ് 1ൽ ഉള്ളത്. നമ്മൾ യൂണിറ്റ് 2ലേക്കാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സ്റ്റാറ്റസ്. വാട്ട് ഈസ് സ്റ്റാറ്റസ്? പദവി എന്താണ്? പദവി എന്നത് ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന സ്ഥാനമോ പദവിയോ ആണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരിക്കും. വാട്ട് ഈസ് റോൾ? പങ്ക് എന്താണ്? പങ്ക് എന്നത് ഒരു വ്യക്തി തൻ്റെ പദവി അനുസരിച്ച് നിർവഹിക്കേണ്ട കടമകളും ഉത്തരവാദിത്വവുമാണ്. അപ്പം പങ്ക് എന്നത് ഒരു വ്യക്തി തൻ്റെ പദവി അനുസരിച്ച് നിർവഹിക്കേണ്ട കടമകളും ഉത്തരവാദിത്വവുമാണ്. വാട്ട് ഈസ് എസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്? ജന്മസിദ്ധ പദവി എന്താണ്? ജന്മസിദ്ധ പദവി എന്നത് ഒരു വ്യക്തിക്ക് ജനനമായി ലഭിക്കുന്ന പദവിയാണ്. ഇത് വ്യക്തിയുടെ നിയന്ത്രണത്തിലല്ല. ഉദാഹരണം, ജാതി, രാജകുടുംബം. അടുത്തത് വാട്ട് ഈസ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്? നേടിയെടുത്ത പദവി എന്താണ്? നേടിയെടുത്ത പദവി എന്നത് ഒരു വ്യക്തി സ്വന്തം കഴിവും വിദ്യാഭ്യാസവും പരിശ്രമവും കൊണ്ട് നേടുന്ന പദവിയാണ്. ഉദാഹരണം, ഡോക്ടർ, അധ്യാപകൻ, എഞ്ചിനീയർ. അടുത്തതാണ് ഡിഫൈൻ സോഷ്യൽ സ്റ്റാറ്റസ്. സാമൂഹിക പദവി എന്താണ്? സാമൂഹിക പദവി എന്നത് ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന സ്ഥാനത്തെയോ അംഗീകാരത്തെയോ സൂചിപ്പിക്കുന്ന ആശയമാണ്. ഈ പദവിക്ക് അനുസരിച്ചാണ് വ്യക്തിയുടെ അവകാശങ്ങളും കടമകളും നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പം എന്താണ് സാമൂഹിക പദവി എന്നത്? ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന സ്ഥാനത്തെയോ അംഗീകാരത്തെയോ സൂചിപ്പിക്കുന്ന ആശയമാണ്. ഈ പദവിക്ക് അനുസരിച്ചാണ് വ്യക്തിയുടെ അവകാശങ്ങളും കടമകളും നിർണ്ണയിക്കപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റസ്. പദവിയുടെ 2 പ്രധാന സവിശേഷതകൾ എഴുതുക. സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ഓരോ പദവിക്കും അനുബന്ധമായ അവകാശങ്ങളും കടമകളും ഉണ്ടായിരിക്കും.
അപ്പോൾ പദവിയുടെ 2 പ്രധാന സവിശേഷതകൾ എഴുതാൻ ചോദിച്ചാൽ സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ഓരോ പദവിക്കും അനുബന്ധമായ അവകാശങ്ങളും കടമകളും ഉണ്ടായിരിക്കും. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ജന്മസിദ്ധ പദവിയും നേടിയെടുത്ത പദവിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. ജന്മസിദ്ധ പദവി ജനനം വഴി ലഭിക്കുന്ന പദവിയാണ്. നേടിയെടുത്ത പദവി സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ട് നേടുന്ന പദവിയാണ്. ജന്മസിദ്ധ പദവി വ്യക്തിയുടെ നിയന്ത്രണത്തിലല്ല. നേടിയെടുത്ത പദവി വ്യക്തിയുടെ നിയന്ത്രണത്തിലും പരിശ്രമത്തിലും ആശ്രയിച്ചിരിക്കുന്നു. ജന്മസിദ്ധ പദവികൾക്ക് ഉദാഹരണമാണ് ജാതി, രാജകുടുംബാംഗം. നേടിയെടുത്ത പദവിക്ക് ഉദാഹരണമാണ് ഡോക്ടർ, അധ്യാപകൻ, എഞ്ചിനീയർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റോൾ ആൻഡ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസും റോളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. പദവി എന്നത് സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്ഥാനമാണ്. പങ്ക് എന്നത് ആ പദവിയുമായി ബന്ധപ്പെട്ട കടമകളും ഉത്തരവാദിത്വങ്ങളുമാണ്. ഓരോ പദവിക്കും അനുയോജ്യമായ ഒരു പങ്കും ഉണ്ടായിരിക്കും. ഒരു വ്യക്തിക്ക് തൻ്റെ പദവിക്ക് അനുസരിച്ച് നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് പങ്ക് എന്ന് പറയുന്നത്. അതിനാൽ പദവിയും പങ്കും പരസ്പരം ബന്ധപ്പെട്ട ആശയങ്ങളാണ്. ഉദാഹരണം, ഒരു അധ്യാപകൻ എന്നത് സ്റ്റാറ്റസ് ആണ്. വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, പരീക്ഷ നടത്തുക എന്നത് റോളാണ്, അതായത് പങ്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദി ടൈപ്പ് ഓഫ് സ്റ്റാറ്റസ്. 2 തരം പദവിയെക്കുറിച്ച് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. എസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണുള്ളത്. എസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധ പദവി, ജനനം വഴി ലഭിക്കുന്ന പദവിയാണ്. അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നേടിയെടുത്ത പദവിയാണ്. സ്വന്തം കഴിവും വിദ്യാഭ്യാസവും പരിശ്രമവും കൊണ്ട് നേടുന്ന പദവിയാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ നേടിയെടുത്ത പദവി എന്ന് പറയുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂണിറ്റ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സോഷ്യൽ സിസ്റ്റം? സാമൂഹിക വ്യവസ്ഥ എന്താണ്? സാമൂഹിക വ്യവസ്ഥ എന്നത് പരസ്പരം ബന്ധപ്പെട്ട വ്യക്തികളും ഗ്രൂപ്പുകളും സാമൂഹിക സ്ഥാപനങ്ങളും ചേർന്ന് സമൂഹത്തിൽ ക്രമമായും പരസ്പര ആശ്രിതമായും പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. സാമൂഹിക വ്യവസ്ഥ എന്നത് പരസ്പരം ബന്ധപ്പെട്ട വ്യക്തികളും ഗ്രൂപ്പുകളും സാമൂഹിക സ്ഥാപനങ്ങളും ചേർന്ന് സമൂഹത്തിൽ ക്രമമായും പരസ്പര ആശ്രിതമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. വാട്ട് ഈസ് സോഷ്യൽ സ്ട്രക്ചർ? സാമൂഹിക ഘടന എന്താണ്? സാമൂഹിക ഘടന എന്നത് സമൂഹത്തിലെ വിവിധ സാമൂഹിക സ്ഥാപനങ്ങൾ, ഗ്രൂപ്പുകൾ, പദവികൾ, പങ്കുകൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയുടെ ക്രമീകരണമാണ്. സാമൂഹിക ഘടന എന്നത് സമൂഹത്തിലെ വിവിധ സാമൂഹിക സ്ഥാപനങ്ങൾ, ഗ്രൂപ്പുകൾ, പദവികൾ, പങ്കുകൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയുടെ ക്രമീകരണമാണ്. വാട്ട് ഈസ് സോഷ്യൽ ഫംഗ്ഷൻ? സാമൂഹിക ധർമ്മം എന്താണ്? സാമൂഹിക ധർമ്മം എന്നത് സമൂഹത്തിലെ ഒരു സ്ഥാപനമോ സാമൂഹിക ഘടകമോ സമൂഹത്തിന്റെ നിലനിൽപ്പിനും ക്രമത്തിനും പുരോഗതിക്കും നൽകുന്ന സംഭാവനയാണ്. സാമൂഹിക ധർമ്മം എന്നത് സമൂഹത്തിലെ ഒരു സ്ഥാപനമോ സാമൂഹിക ഘടകമോ സമൂഹത്തിന്റെ നിലനിൽപ്പിനും ക്രമത്തിനും പുരോഗതിക്കും നൽകുന്ന സംഭാവനയാണ്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ? സോഷ്യൽ സ്ട്രക്ചറിന്റെ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാരാണ്? റാഡ്ക്ലിഫ് ബ്രൗൺ ആണ് സോഷ്യൽ സ്ട്രക്ചർ എന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്, എന്ന കോൺസെപ്റ്റ് എന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് റാഡ്ക്ലിഫ് ബ്രൗൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ സോഷ്യൽ ഫംഗ്ഷൻ. സാമൂഹിക ധർമ്മം എന്താണ്? സാമൂഹിക ധർമ്മം എന്നത് സമൂഹത്തിലെ ഒരു സ്ഥാപനമോ ആചാരമോ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സമൂഹത്തിൽ ക്രമവും സ്ഥിരതയും നിലനിർത്തുന്നതിനും ചെയ്യുന്ന പ്രവർത്തനമാണ്. സാമൂഹിക ധർമ്മം എന്നത് സമൂഹത്തിലെ ഒരു സ്ഥാപനമോ ആചാരമോ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സമൂഹത്തിന്റെ ക്രമവും സ്ഥിരതയും നിലനിർത്തുന്നതിനും ചെയ്യുന്ന പ്രവർത്തനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ സിസ്റ്റം. സാമൂഹിക വ്യവസ്ഥയുടെ 2 പ്രധാന സവിശേഷതകൾ എഴുതുക. പരസ്പര ആശ്രിതത്വം. സമൂഹത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. അടുത്തതാണ് ക്രമവും സ്ഥിരതയും. സമൂഹത്തിൽ ക്രമവും ഐക്യവും നിലനിർത്താൻ സഹായിക്കുന്നു. അപ്പം സോഷ്യൽ സിസ്റ്റം സാമൂഹിക വ്യവസ്ഥയുടെ 2 പ്രധാന സവിശേഷതകൾ എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പരസ്പര ആശ്രിതത്വം, ക്രമവും സ്ഥിരതയും. എക്സ്പ്ലെയിൻ ദി എലമെന്റ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. സാമൂഹിക ഘടനയുടെ പ്രധാന ഘടകങ്ങൾ എഴുതുക. സാമൂഹിക സ്ഥാപനങ്ങൾ, കുടുംബം, വിദ്യാഭ്യാസം, മതം, സമ്പദ് വ്യവസ്ഥ തുടങ്ങിയവ. സാമൂഹിക ഗ്രൂപ്പുകൾ, കുടുംബം, സുഹൃത്ത് സംഘം, സംഘടനകൾ എന്നിവ. പദവിയും പങ്കും വ്യക്തിയുടെ സാമൂഹിക സ്ഥാനവും അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വങ്ങളും. മൂല്യങ്ങളും മാനദണ്ഡങ്ങളും, സമൂഹത്തിന്റെ പെരുമാറ്റ ചട്ടങ്ങളും മൂല്യങ്ങളും.
അപ്പം എക്സ്പ്ലെയിൻ ദി എലമെന്റ്സ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ, അതായത് സാമൂഹിക ഘടനയുടെ പ്രധാന ഘടകങ്ങൾ എഴുതാൻ പറയുകയാണെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഗ്രൂപ്പുകൾ, പദവിയും പങ്കും, മൂല്യങ്ങളും മാനദണ്ഡങ്ങളും, അതാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സോഷ്യൽ സിസ്റ്റം ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. സാമൂഹിക വ്യവസ്ഥയും സാമൂഹിക ഘടനയും എഴുതുക, അതിന്റെ പരസ്പരം വ്യത്യാസം എഴുതുക. സാമൂഹിക വ്യവസ്ഥ സമൂഹത്തിന്റെ പ്രവർത്തന രീതിയെ സൂചിപ്പിക്കുന്നു. സാമൂഹിക ഘടന സമൂഹത്തിന്റെ ഘടനയെയും ക്രമീകരണത്തെയും സൂചിപ്പിക്കുന്നു. സാമൂഹിക വ്യവസ്ഥ വ്യക്തികളും സ്ഥാപനങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാന വിഷയം. സാമൂഹിക ഘടന സ്ഥാപനങ്ങൾ, ഗ്രൂപ്പുകൾ, പദവികൾ എന്നിവയുടെ ക്രമീകരണമാണ് പ്രധാന വിഷയം. സാമൂഹിക വ്യവസ്ഥ ചലനാത്മകമാണ്. സാമൂഹിക ഘടന താരതമ്യേന സ്ഥിരമുള്ളതാണ്. അപ്പോൾ ഇതാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സോഷ്യൽ സിസ്റ്റം, സാമൂഹിക വ്യവസ്ഥയും ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ, സാമൂഹിക ഘടനയും തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ ചോദിക്കുമ്പോൾ ഏതെന്ന കാര്യം കോളം വരച്ചിട്ട് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദി ഫംഗ്ഷൻ ഓഫ് സോഷ്യൽ സിസ്റ്റം. സാമൂഹിക വ്യവസ്ഥയുടെ പ്രധാന ധർമ്മങ്ങൾ എന്താണ്? സമൂഹത്തിൽ ക്രമവും സ്ഥിരതയും നിലനിർത്തുന്നു. അംഗങ്ങൾ തമ്മിൽ സഹകരണവും ഐക്യവും വളരുന്നു. സാമൂഹിക നിയന്ത്രണം ഉറപ്പാക്കുന്നു. സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സാമൂഹിക വികസനത്തിനും സഹായിക്കുന്നു. സമൂഹത്തിന്റെ നിലനിൽപ്പും തുടർച്ചയായി ഉറപ്പാക്കുന്നു. അപ്പം സമൂഹത്തിൽ ക്രമവും സ്ഥിരതയും നിലനിർത്തുന്നു. അംഗങ്ങൾ തമ്മിലുള്ള സഹകരണവും ഐക്യവും വളർത്തുന്നു. സാമൂഹിക നിയന്ത്രണം ഉറപ്പാക്കുന്നു. സമൂഹത്തിന്റെ നിലനിൽപ്പും തുടർച്ചയും ഉറപ്പാക്കുന്നു. സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സാമൂഹിക വികസനത്തിനും സഹായിക്കുന്നു. ഇതാണ് സാമൂഹിക വ്യവസ്ഥയുടെ പ്രധാന ധർമ്മങ്ങൾ. ഈ ചാപ്റ്ററിലെ എസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ സോഷ്യൽ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. സാമൂഹിക വ്യവസ്ഥയെ കുറിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സാമൂഹിക വ്യവസ്ഥ എന്നത് പരസ്പരം ബന്ധപ്പെട്ട വ്യക്തികൾ, ഗ്രൂപ്പുകൾ, സ്ഥാപനങ്ങൾ എന്നിവ നിശ്ചിത നിയമങ്ങളും മൂല്യങ്ങളും അനുസരിച്ച് ക്രമമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. സമൂഹത്തിൽ ക്രമവും ഐക്യവും നിലനിർത്താൻ സാമൂഹിക വ്യവസ്ഥ സഹായിക്കുന്നു. സാമൂഹിക വ്യവസ്ഥ എന്നത് പരസ്പരം ബന്ധപ്പെട്ട വ്യക്തികൾ, ഗ്രൂപ്പുകൾ, മൂല്യങ്ങൾ അനുസരിച്ച് ക്രമമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. സമൂഹത്തിൽ ക്രമവും ഐക്യവും നിലനിർത്താൻ സാമൂഹിക വ്യവസ്ഥ സഹായിക്കുന്നു. സോഷ്യൽ സിസ്റ്റത്തിന്റെ സവിശേഷതകൾ, അതായത് സാമൂഹിക വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പരസ്പര ആശ്രിതത്വം, ക്രമവും സ്ഥിരതയും, സാമൂഹിക നിയന്ത്രണം, സഹകരണം, ചലനാത്മക സ്വഭാവം. അപ്പം പരസ്പര ആശ്രിതത്വം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എല്ലാ ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ക്രമവും സ്ഥിരതയും എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ക്രമവും സമാധാനവും നിലനിർത്തുന്നു. സാമൂഹിക നിയന്ത്രണം എന്ന് വെച്ചാൽ നിയമങ്ങളും ആചാരങ്ങളും വഴി സമൂഹത്തെ നിയന്ത്രിക്കുന്നു. സഹകരണം, അംഗങ്ങൾ തമ്മിൽ സഹകരണം വളർത്തുന്നു. ചലനാത്മക സ്വഭാവം, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് സമൂഹത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിനും വികസനത്തിനും സോഷ്യൽ സിസ്റ്റം അനിവാര്യമാണ്. സാമൂഹിക വ്യവസ്ഥ അനിവാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് എലമെന്റ്. സാമൂഹിക ഘടനയെക്കുറിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹിക ഘടന എന്നത് സമൂഹത്തിലെ വിവിധ സ്ഥാപനങ്ങൾ, ഗ്രൂപ്പുകൾ, പദവികൾ, പങ്കുകൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയുടെ ക്രമീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. സോഷ്യൽ സ്ട്രക്ചറിന്റെ പ്രധാന ഘടകങ്ങൾ, സാമൂഹിക ഘടനയുടെ പ്രധാന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഗ്രൂപ്പുകൾ, പദവിയും പങ്കും, മൂല്യങ്ങളും മാനദണ്ഡങ്ങളും, സാമൂഹിക ബന്ധങ്ങൾ. അപ്പം സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബം, വിദ്യാഭ്യാസം, മതം, സമ്പദ് വ്യവസ്ഥ. സാമൂഹിക ഗ്രൂപ്പുകൾ കുടുംബം, സുഹൃത്ത് സംഘം, സംഘടനകൾ. പദവിയും പങ്കും വ്യക്തിയുടെ സ്ഥാനവും ഉത്തരവാദിത്വങ്ങളും. സാമൂഹിക അടുത്തത് മൂല്യങ്ങളും മാനദണ്ഡങ്ങളും എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ. സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം. ലാസ്റ്റ് എഴുതേണ്ടത് സാമൂഹിക ഘടനയാണ് ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന രൂപവും ക്രമവും നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതുന്നത്. ലാസ്റ്റ് എസ് ആണ് എക്സ്പ്ലെയിൻ സോഷ്യൽ ഫംഗ്ഷൻ വിത്ത് എക്സാമ്പിൾ. സാമൂഹിക ധർമ്മത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സാമൂഹിക ധർമ്മം എന്നത് സമൂഹത്തിലെ ഒരു സ്ഥാപനമോ സാമൂഹിക ഘടകമോ സമൂഹത്തിന്റെ നിലനിൽപ്പിനും ക്രമത്തിനും പുരോഗതിക്കും നൽകുന്ന സംഭാവനയാണ്. സോഷ്യൽ ഫംഗ്ഷന്റെ പ്രധാന ധർമ്മങ്ങൾ: സമൂഹത്തിൽ ക്രമവും സ്ഥിരതയും നിലനിർത്തുന്നു, അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, സാമൂഹിക ഐക്യവും സഹകരണവും വളർത്തുന്നു, സമൂഹത്തിന്റെ തുടർച്ച ഉറപ്പാക്കുന്നു. സമൂഹത്തിൽ ക്രമവും സ്ഥിരതയും നിലനിർത്തുന്നു, അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, സാമൂഹിക ഐക്യവും സഹകരണവും വളർത്തുന്നു, സമൂഹത്തിന്റെ തുടർച്ച ഉറപ്പാക്കുന്നു. ഉദാഹരണം: കുടുംബം കുട്ടികളെ സാമൂഹികവൽക്കരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസം അറിവും മൂല്യങ്ങളും നൽകുന്നു. മതം ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുന്നു. സർക്കാർ നിയമവും
ക്രമവും പാലിക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് സമൂഹത്തിലെ ഓരോ സ്ഥാപനത്തിനും സമൂഹത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും സഹായിക്കുന്ന ഒരു പ്രത്യേക സോഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്. സാമൂഹിക ധർമ്മമുണ്ട്. സമൂഹത്തിലെ ഓരോ സ്ഥാപനത്തിനും സമൂഹത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും സഹായിക്കുന്ന ഒരു സാമൂഹിക ധർമ്മമുണ്ട് എന്നിത് അവസാനിപ്പിക്കുക. അപ്പം ഇത്രയുമാണ് യൂണിറ്റ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വീണ്ടും കേട്ട് പഠിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. വീണ്ടും കേട്ട് പഠിക്കുക. താങ്ക് യു.